ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. വിശുദ്ധ ശബത്തിലെ ധ്യാനചിന്ത പ്രാർത്ഥനയോടെ പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നൽകപ്പെട്ടിരിക്കുന്ന ധ്യാന വിഷയം ഒരു ശരീരവും ഒരു സ്നാനവും, വൺ ബോഡി ആൻഡ് വൺ ബാപ്റ്റിസം. അന്നേ ദിവസമുള്ള വേദഭാഗങ്ങൾ ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 5 മുതൽ 12 വരെ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 6 വരെ, മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പ്രൊട്ടസ്റ്റന്റ് സഭ അനുവർത്തിക്കുന്ന 2 സാക്രമെന്റുകളിൽ ഒന്നാമത്തേതാണ് ബപ്തിസ്മ അഥവാ സ്നാപനം. സാക്രമെന്റ് എന്ന വാക്കിന് അർത്ഥം അടയാളമെന്നും പരിശുദ്ധ ഉടമ്പടി എന്നും അർത്ഥമുണ്ട്. ബാപ്റ്റിസ്മോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ തർജിമയാണ് സ്നാനം. ഇതിന് ചില മൂലപദങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, കഴുകുക, വാഷ്, അതിൻ്റെ ഗ്രീക്ക് പദം നിപ്റ്റോ. 2, കുളിക്കുക, ബാത്ത്, അതിൻ്റെ ഗ്രീക്ക് പദം ലുവോ. 3, തളിക്കുക, സ്പ്രിങ്കിൾ, അതിൻ്റെ ഗ്രീക്ക് പദം റാൻഡിസോ. 4, പകരുക, ടു പോർ, റാൻഡിസ്മോസ്. 5, മുങ്ങുക, മുക്കുക, ടു ഇമൻസ്, പ്ലഞ്ച് എന്നൊക്കെ അർത്ഥമുണ്ട്. സഭയുടെ ഏറ്റവും പുരാതനമായ സാക്രമെന്റുകളിൽ ഒന്നാണ് സ്നാപനം എന്ന് പറയുന്നത്. ഇതിൻ്റെ പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം ഒരു ദൈവ പൈതലിന് ക്രിസ്തുവിനോടുള്ള സംയോജനമാണ്. യേശു കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതും യേശുവിനെ പരസ്യമായി സാക്ഷിക്കുന്ന തലങ്ങൾ ഈ സ്നാപനത്തിനകത്തുണ്ട്. സ്നാപനത്തിലൂടെ വിശ്വാസപരമായി ഒരു വ്യക്തി യേശുവിൻ്റെ ക്രൂശീകരണ മരണ പുനരുത്ഥാനങ്ങളിൽ ഏകീഭവിച്ച് ക്രിസ്തുവിനോട് നിരന്തരം ചേർന്ന് ജീവിക്കുന്ന അനുഭവത്തിലായി മാറുകയാണ്. ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടമായ സഭയിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണ് സ്നാപനം. അതിൻ്റെ അടയാളമായിട്ടാണ് നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുന്നത്. എല്ലാ യഹൂദ സിനഗോഗുകളിലും ഇന്നും ആരാധനകൾ ആരംഭിക്കുന്നത് ഈ പ്രഖ്യാപനത്തോടുകൂടെയാണ്. ക്ഷേമ ഇസ്രായേൽ അഡോണായി, എലോഹേന അഡോണായി യഖാത്ത്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇതൊരു ഗാനമായും സിനഗോഗിൻ്റെ പ്രാർത്ഥനകളിൽ ഇന്നും ഉപയോഗിക്കുകയാണ്. ഏക കർത്താവായി തൻ്റെ ആത്മാവ് എല്ലാവരിലും പകർന്നു നൽകിക്കൊണ്ട് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ത്രിത്വമെന്ന സത്യവും വിവക്ഷിക്കുന്നത് അതാണ്. ഏക ശരീരമായി തീരാൻ ഏക സ്നാനത്തിലൂടെ ദൈവ സഭയിലേക്കുള്ള പ്രവേശനം. യഹൂദന്മാർക്കിടയിൽ ശുദ്ധീകരണം അഥവാ കഴുകൽ നിലനിന്നിരുന്നു. പുരോഹിതർ മാത്രമല്ല ശുദ്ധീകരണത്തിന് വിധേയരാകുന്നത്, വസ്ത്രങ്ങളും ഉപകരണങ്ങളും തുടങ്ങിയവ ശുദ്ധീകരണത്തിന് വിധേയമാക്കിയിരുന്നു. പാപം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും വിമോചനം നേടി യേശുവിനോട് ചേരുന്നതിന് അടയാളമായി സ്നാനം നിലനിൽക്കുന്നു. അകമേ ആന്തരികമായി നൽകപ്പെടുന്ന കൃപയുടെ പുറമേയുള്ള കാണത്തക്ക അടയാളം. പുറമേയുള്ള അടയാളം നിസ്സാരമാണെങ്കിലും അകമേയുള്ള കൃപ വലിയതാണ്. സ്നാപനത്തിൽ സാധാരണ വെള്ളം പുറമേയുള്ള അടയാളത്തിലൂടെ അകമേ ദൈവത്തിൻ്റെ ദാനമായ കൃപയാണ് നാം പ്രാപിക്കുന്നത്. ഇതേപ്പറ്റി ചില ചിന്തകൾ പ്രാർത്ഥനയോടെ വേദപുസ്തക അടിസ്ഥാനത്തിൽ ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ ആകമാനമായുള്ള മാറ്റത്തിന് അടയാളമാണ് സ്നാനം. ബാപ്റ്റിസം ഈസ് എ സൈൻ ഓഫ് എ കംപ്ലീറ്റ് ചേഞ്ച് ഇൻ ലൈഫ്. ദൈവത്തിൻ്റെ മനസ്സാക്ഷിയും നമ്മുടെ മനസ്സാക്ഷിയും ഒന്നു ചേരുന്ന അനുഭവം. സ്നാനം ദൈവത്തെ ദേഷിക്കുന്നതാകരുത്. ആയുഷ്കാലം മുഴുവനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ദൃഢബന്ധമാകണം സ്നാപനം എന്ന് പറയുന്നത്. ഇന്നത്തെ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യം പഠിക്കുമ്പോൾ സ്നാപനത്തിലൂടെ മാറ്റം വരുന്നവർക്കും മാറ്റം വരാത്തവർക്കും സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അവിടെ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ദേശത്തെ തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു, അതിൽ പാർക്കുന്നവർ ഒക്കെയും വിലപിക്കും, അത് മുഴുവനും നീല നദി പോലെ പൊങ്ങുകയും മിസ്രയീമിലെ നദി പോലെ താഴുകയും ചെയ്യുന്നു. സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഞാൻ ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നു. യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. യഹോവയായ കർത്താവിൻ്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേൽ ഇരിക്കുന്നു. പാപമുള്ള രാജ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ
പാപമുള്ള ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിക്കുന്നുവെന്നാണ് അർത്ഥം. എങ്കിലും ഞാൻ യാക്കോബ് ഗൃഹത്തെ മുഴുവനും നശിപ്പിക്കുകയില്ല. സോദോം ഗൊമോറയുമായുള്ള ബന്ധത്തിൽ ആ പട്ടണത്തിൽ ഒരു നീതിമാനുണ്ടെങ്കിൽ ആ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം വ്യക്തമായി അവിടെ അരുളി ചെയ്യുകയാണ്. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ യാക്കോബ് ഗൃഹത്തെ സകല ജാതികളുടെ ഇടയിൽ നിന്നും അരിക്കുവാൻ കൽപ്പിക്കും. ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല. ഈ സ്നാപനത്തിലൂടെ ദൈവത്തോട് ഉൾച്ചേരുന്നവർക്ക് സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. ദൈവം അവരെ അരിപ്പ കൊണ്ട് അരിച്ച് ഒരു മണി പോലും നിലത്ത് വീഴാതെ അവരെ ശേഖരിച്ചെടുക്കും. വീണുപോയ ദാവീദിൻ്റെ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർക്കുകയും അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിനെന്ന പോലെ പണിയുകയും ചെയ്യുമെന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം 16 വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം അബ്രഹാമിന് നൽകിയ മറ്റൊരു ഉടമ്പടിയാണ് പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. യെശയ്യാവ് 11 അധ്യായം 2 വാക്യത്തിൽ പറയുന്നു, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കുകയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. അതുകൊണ്ടാണ് സ്നാപനത്തിന് ജ്ഞാനസ്നാനം എന്ന നാമം നൽകിയിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, നിങ്ങളുടെ മേൽ ഞാൻ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അപ്പോൾ ദൈവത്തിന് നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ വലിയ ജലാശയമൊന്നും വേണ്ട. വിശുദ്ധ ജലമായി വേർതിരിച്ച് തളിക്കപ്പെടുന്ന വെള്ളത്തിലും പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. പുറപ്പാട് സംഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 14 അധ്യായം 15 മുതൽ 31 വരെയുള്ള തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ, മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ഇസ്രായേൽ ജനത്തെ വിഴുങ്ങുവാൻ ഫറവോന്റെ സൈന്യമുണ്ട്. ദൈവം കൂടെ ഇരുന്ന ജനത്തിന് രാത്രിയെ അവിടെ പ്രകാശമാക്കി കൊടുക്കുകയാണ്. യഹോവ ഒരു മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമുണ്ടാക്കി അവിടെ ഇസ്രായേൽ ജനത്തെ വഴിനടത്തുകയാണ്. ഈ ഇസ്രായേൽ ജനത്തിന് ചുറ്റും വെള്ളം മതിലായി നിൽക്കുകയാണ്, ഇടത്തും വലത്തും. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ഓർക്കേണ്ടത്, സ്നാപനത്തിൽ ഒരു മനുഷ്യന് ജലം അവന് സംരക്ഷണമായി, മതിലായി, പരിപാലനമായി മാറുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ സ്നാപനത്തിലൂടെ പ്രവേശിക്കുന്ന ഒരു ദൈവ പൈതലിന് അവൻ്റെ ശിരസിൽ തളിക്കപ്പെടുന്ന ഈ വെള്ളം അവനൊരു കോട്ടയാണ്, താങ്ങാണ്, തണലാണ്, ഒരു വൻമതിലാണ് നമ്മൾ ഓർക്കണം. എന്നാൽ ഈ ഒരു കൂട്ടായ്മയിൽ ഒന്നും ബന്ധമില്ലാത്ത, ദൈവിക ബന്ധം നഷ്ടപ്പെട്ട ഫറവോന്റെ സൈന്യം മുൻപോട്ട് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവരുടെ രഥങ്ങളെയെല്ലാം തെറ്റിച്ചു കളയുകയാണ്. അവരുടെ ജീവിത ചക്രങ്ങളെയെല്ലാം ദൈവം തെറ്റിച്ചു കളയുകയും, അപ്പോൾ മോശ അവിടെ കൈനീട്ടി വെള്ളം മടങ്ങി വരികയാണ്. കടലിൻ്റെ നടുവിൽ വച്ച് വെള്ളം അവരെ മൂടുകയാണ്. അപ്പോൾ വെള്ളം മടങ്ങി വന്ന് അവരെയെല്ലാം കടലിൽ മുക്കിക്കളയുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, വെള്ളത്താൽ രക്ഷയുമുണ്ട്, വെള്ളത്താൽ ശിക്ഷയുമുണ്ട്. ഒരേ വെള്ളമാണ് കുറേ ആളുകൾക്ക് രക്ഷയായി തീരുന്നു, കുറച്ചു പേർക്ക് വെള്ളത്തിലൂടെ ശിക്ഷയും വരുന്നു. നോഗയുടെ കാലഘട്ടത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ആ ജലപ്രളയത്തിൽ അകൃത്യങ്ങൾ ചെയ്ത് ദൈവത്തോട് മത്സരിച്ച് അകൃത്യം ചെയ്ത ജനത്തിന് ആ ജലം അവരെ പൂർണ്ണമായി മുക്കിക്കളയുകയാണ്. എന്നാൽ നോഹയെയും കുടുംബത്തെയും ആ വെള്ളത്തിലൂടെ ഉയർന്നു വന്ന് അരരാത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിന് സംരക്ഷിപ്പാനും നശിപ്പിക്കാനും കഴിയും. അതുകൊണ്ട് സ്നാപനം എന്ന ബന്ധത്തിൽ കടന്നു പോകുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തോട് ബന്ധപ്പെട്ടവനാണ്, ദൈവത്തോട് അന്ത്യം വരെയും സാക്ഷ്യമുള്ളവനായി ജീവിക്കേണ്ടവനാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടവനല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിത ചക്രങ്ങളെ ദൈവം തെറ്റിച്ചു കളയും, അവരെ അന്ധത പിടിപ്പിക്കും. ഈ ഒരു ജീവിത ബന്ധത്തിൽ പ്രവേശിച്ച, കുരിശിൻ്റെ അടയാളം നെറ്റിമേൽ ചാർത്തിയ, ഈ സ്നാപനത്തിലൂടെ ചാർത്തിയ എല്ലാവരും ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകം 19 അധ്യായം 10 വാക്യത്തിൽ പറയുന്നു, യഹോവ മോശയോട് പറയുകയാണ്, നിങ്ങളെ ശുദ്ധീകരിക്കുക, അവർ വസ്ത്രങ്ങളെ അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 44 7 വാക്യത്തിൽ പറയുന്നു, ദാവീദ് ഗൃഹത്തിൻ്റെ പാപത്തിൻ്റെയും മാലിന്യങ്ങളുടെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, വെളിപാട് പുസ്തകത്തിൽ തന്നെ പറയുന്നു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്, എങ്കിലും അവർ ഭൂതലത്തിൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച് വിശുദ്ധിയോടെ ജീവിച്ചവരാണ്. ഈ സ്നാപനവുമായി കർത്താവിൻ്റെ ശരീരരക്തവുമായുള്ള ബന്ധം നമ്മെ സൂചിപ്പിക്കുന്നത്, കഷ്ടത വന്നാലും കഷ്ടതയിലും വേദനയിലും പ്രിയമുള്ളവരെ, നമ്മുടെ അങ്കി, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് അശുദ്ധമാകാതെ സൂക്ഷിക്കണം.
കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുവോളവും നമ്മൾ വിശുദ്ധരായി ജീവിക്കണം എന്നുള്ളതാണ് ഈ ഉടമ്പടിയുടെ ദർശനവും ആഴമേറിയ ജീവിതവും എന്ന് പറയുന്നത്. ദൈവത്തോട് ഉടമ്പടി ബന്ധത്തിൽ നമ്മൾ ജീവിക്കുക. 2, സ്നാപനം എന്നത് ഒരു പ്രതീകാത്മകമായ കർമ്മമാണ്. ബാപ്റ്റിസം ഈസ് എ സിംബോളിക് സെറിമണി. എഫേസ്യ ലേഖനം 4 അധ്യായം 1 മുതൽ 6 വരെയുള്ള ചിന്ത നമ്മൾ പഠിക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ കൃപാപ്രവർത്തനത്തിൽ മനുഷ്യർ ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ വിധേയപ്പെട്ട് ജീവിക്കുന്ന കർമ്മമാണ് സ്നാപനം. നമ്മുടെ പൗലോസ് പറയുന്ന ഒരു ദർശനാത്മകമായ ചിന്തയുണ്ട്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമയോടെ നടക്കുക, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുകയും ചെയ്യുക. ഹൃദയം കൊടുത്ത് ചിന്തിക്കേണ്ടുന്ന ചിന്തയാണ്. നമ്മെ വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ദർശനം നമ്മൾ മനസ്സിലാക്കണം. ഒരു വിളിക്ക് യോഗ്യമാവണ്ണം എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണ വിനയം നമുക്കുണ്ടാകണം, സൗമ്യത ഉണ്ടാകണം, ദീർഘക്ഷമയോടെ നടക്കണം, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുകയും ചെയ്യണം. ദൈവം നമ്മെ വിളിച്ചത് ഏക പ്രത്യാശയ്ക്കായിട്ടാണ്. നമുക്ക് ലൗകികമായ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയ്ക്കായിട്ടല്ല ജീവിക്കേണ്ടത്. ശത്രു തരുന്ന ഒരു പ്രത്യാശയുണ്ട്, നാശത്തിൻ്റെ പ്രത്യാശയാണ്. നമ്മൾ ഏക പ്രത്യാശയ്ക്കാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ചു കർത്താവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ സ്നാപനത്തിലൂടെ ശരീരരക്തങ്ങളിൽ ഒന്നായി പങ്കാളിയായി തീർന്ന് നമ്മൾ ഒടുവിൽ ഒരു നിത്യമായ രാജ്യം അനുഭവിക്കുമെന്നുള്ളതാണ് ഏക പ്രത്യാശ. ശാന്തമായ തുറമുഖത്ത് എത്തിച്ചേരുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അതാണ് പൗലോസിലൂടെ പറയുന്നത്, നമ്മെ വിളിച്ചത് ഏക പ്രത്യാശയ്ക്കായിട്ട്. ദൈവമക്കളായി ജീവിക്കുന്നവർക്ക് ഒറ്റ പ്രത്യാശയേ ഉള്ളൂ. കർത്താവിൻ്റെ സ്നാപനത്തിലൂടെയും ശരീരരക്തങ്ങളിലൂടെയും ഒറ്റ പ്രത്യാശയാണ് ഈ ഭൂമിയിൽ സൽപ്രവൃത്തിക്കുള്ള ഒരു ജീവിതം നയിച്ച് നാം എത്തിപ്പെടേണ്ട സ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ് ഏക പ്രത്യാശ. പരിശുദ്ധാത്മ നവീകരണത്തിന് സ്നാപനത്തിൻ്റെ ആന്തരികമായ ദൈവകൃപ സ്നാനമേറ്റ ഓരോ വ്യക്തിയും ജീവിതത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കുകയും ക്രിസ്തീയ പ്രത്യാശ ഉറപ്പിക്കുകയും ചെയ്യുന്നു. തീത്തോസ് 3 അധ്യായം 6 പറയുന്നു, പരിശുദ്ധാത്മാ നവീകരണമാണ് സ്നാപനത്തിൻ്റെ ആന്തരികമായ ദൈവകൃപ. ഗലാത്യ ലേഖനം 5 അധ്യായം 22 പറയുന്നു, സ്നാനമേറ്റ ഓരോ വ്യക്തിയും ജീവിതത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കുകയും ക്രിസ്തീയ പ്രത്യാശ ഉറപ്പിക്കുകയും ചെയ്യണം. വെള്ളം ശുദ്ധീകരണത്തിൻ്റെ അടയാളമെങ്കിൽ ആത്മാവ് ശക്തീകരണത്തിൻ്റെ അടയാളമാണ്. വിശുദ്ധിയും പരിശുദ്ധാത്മശക്തിയും ഒന്നുചേരുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവാനുഗ്രഹമുള്ളതായും നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയപ്രദവുമായി തീരുന്നു. 1 പത്രോസ് 1 അധ്യായം 2 പറയുന്നു, ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി ഞാനിത് എഴുതുന്നു. ഈ ഉടമ്പടി ബന്ധത്തിൽ ജീവിക്കുന്നവർ ആത്മാവിൽ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടവരാണ്, അനുസരണം കാണിക്കേണ്ടവരാണ്, ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലൂടെ പൗലോസ് ഇവിടെ നൽകുകയാണ്. ഇത് ദൈവസ്നേഹത്തിൻ്റെ കൃപാപ്രവർത്തനത്തിൽ മനുഷ്യൻ ഒരു മനസ്സോടെ ഏക ആത്മാവോടെ വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു കർമ്മമാണ് സ്നാപനം എന്ന് നമ്മൾ മറന്നു പോകരുത്. പിതാക്കന്മാർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചുവെങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. 1 കൊരിന്ത്യർ 10 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ജനമെല്ലാം ഭക്ഷിച്ചതും പാനം ചെയ്തതും ഒരേ ആത്മീയ ആഹാരമാണ് എന്നതിനോടൊപ്പം അവരെ അനുഗമിച്ച അഥവാ ഒപ്പം സഞ്ചരിച്ച ക്രിസ്തു എന്ന ആത്മീയ പാറയുടെ നിരന്തര സാന്നിധ്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവജനം സ്നാപനത്തിലൂടെ ക്രിസ്തുവാകുന്ന പാറയിൽ അടിസ്ഥാനപ്പെട്ട് ക്രിസ്തു നൽകുന്ന ആത്മീയ ആഹാരം കഴിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. വ്യത്യസ്ത അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും സ്വഭാവങ്ങളുമുള്ള ജനം സ്നാപനത്തെ ആത്മീയ കൂദാശയിലൂടെ ഒരേ ആത്മീയ പാറയിൽ നിന്ന് പുറപ്പെടുന്ന ഒരേ ആത്മീയ ഭക്ഷണവും പാനീയവും സ്വീകരിച്ചു നിൽക്കുന്നതാണ് ദൈവസഭ എന്ന് പറയുന്നത്. സ്നാപനം എന്നത് ബാഹ്യമായ ആചാരങ്ങളെക്കാൾ ഉപരി ആന്തരികമായി സംഭവിക്കുന്ന പ്രായഭേദമന്യേ ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതും ഒരേ ആത്മീയ പാറയായ ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെടുന്ന അടയാളമെന്നാണ് പൗലോസ് രേഖപ്പെടുത്തുന്നത്. വിളിച്ചിരിക്കുന്ന വിളിക്ക് ഏക ശരീരമായ ക്രിസ്തുവിൻ്റെ പാറയിൽ നിന്നാണ് നമ്മൾ കുടിക്കുന്നതും ഒരേ ഭക്ഷണം നമ്മൾ പാനം ചെയ്യുന്നത്. പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എല്ലാ തലത്തിലും വിനയത്തിലും ദീർഘക്ഷമയിലും എല്ലാത്തിലും നമ്മൾ വിനയപ്പെട്ട് ദൈവവുമായി അന്ത്യം വരെയും ചേർന്ന് കൂട്ടായ്മ പങ്കിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സ്നാപനമെന്ന ഐക്യ കൂട്ടായ്മ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ നമ്മൾ വിട്ടുകൊടുക്കുക. കാരണം ഒരേ ആത്മീയ പാനീയം കുടിച്ചു എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് പറയുമ്പോൾ അവിടെ ഹൃദയത്തിൻ്റെ കാഠിന്യവും മനസ്സിൻ്റെ ചാഞ്ചല്യവും ജീവിതത്തിലെ വ്യത്യസ്തതയുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമേ. അപ്പോൾ കർത്താവിനോടൊപ്പം ഉടമ്പടി ചെയ്ത് പ്രാർത്ഥനാപൂർവ്വം ജീവിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങണം. മൂന്നാമതായി, സ്നാപനം ക്രിസ്തുവിൽ നമ്മെ ഒരുമിപ്പിക്കുന്ന ഒരു മർമ്മമാണ്. ബാപ്റ്റിസം യുനൈറ്റ്സ് അസ് ഇൻ ക്രൈസ്റ്റ്.
മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെ. യേശു ഫിലിപ്പിൻ്റെ കൈസരിയിലൂടെ പ്രദേശത്തൂടെ എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രനെ നിങ്ങൾ ആരെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ബറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളെല്ലാം നിനക്ക് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ നിന്റെ സഭയെ പണിയും, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഉടമ്പടി ബന്ധം നമുക്ക് നൽകുന്ന ചില ദർശനാത്മകമായ ജീവിതത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ശീമോൻ പത്രോസിൻ്റെ ജീവിതത്തിലൂടെ ഞാനും നിങ്ങളും ആ ഒരു ദർശന സൗഭാഗ്യത്തിലേക്ക് കടന്നു വരണം. ക്രിസ്തുവിൻ്റെ കൈവയ്പ് അല്ലെങ്കിൽ ആ സ്നാനം പിതാപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവിക ബന്ധത്തിലൂടെ നേടിയിരിക്കുന്ന നാം കർത്താവിനെ ആരെന്ന് കേൾക്കുമ്പോൾ ഉറപ്പോടെ പറയാൻ കഴിയണം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയാൻ കഴിയണം. ഇന്ന് എത്ര തലമുറകൾക്ക്, എത്ര വിശ്വാസ സമൂഹങ്ങൾക്ക്, എത്ര വ്യക്തികൾക്കാണ് ഈ ഒരു ഉറപ്പോടെയുള്ള സാക്ഷ്യം പ്രസ്താവിപ്പാൻ കഴിയുന്നത്? ഇന്ന് കർത്താവ് ആരെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയുവാൻ പോലും കഴിയാത്ത ഒരു അജ്ഞതയിൽ വിശ്വാസ സമൂഹം ജീവിക്കുകയാണ്. നീ ഭാഗ്യവാനാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നീ ഭാഗ്യവാനായി മാറുകയാണ്. കാരണം ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ പിതാവിൻ്റെ ഒരു ദർശനമാണ്. അപ്പോൾ ഇവിടെ ചില റെവലേഷൻസ്, വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഉടമ്പടി ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗീയമായ ചില വെളിപ്പാടുകൾ, ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയാണ്. കർത്താവ് ആരെന്നുള്ള ചോദ്യത്തിന് ഈ ദർശനം ലഭിച്ച ഒരു വ്യക്തി യഥാർത്ഥമായി ഉത്തരം പറയുകയാണ്, നീ എൻ്റെ ജീവിതത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായിരുന്നു, എന്നെ വഴി നടത്തി, എന്നെ അനുഗ്രഹിച്ചു, എന്നെ ഉയർത്തി, എന്നെ വളർത്തി, എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു, എനിക്കൊരു പിതാവായിരുന്നു എന്നൊക്കെയും സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയുന്നു. 2, ആ വെളിപ്പെടുത്തൽ ലഭിക്കുന്നത് ഈ ലോകത്തിൽ ജഡരക്തങ്ങളിൽ നിന്നല്ല ലഭിക്കുന്നത്, സ്വർഗസ്ഥനായ പിതാവിൽ നിന്നാണ് ഈ ദർശനം ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ അനുഭവിക്കുമ്പോൾ ചില വെളിപ്പാടുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പിന്നെ ഈ പത്രോസിന് ലഭിക്കുന്ന അടുത്ത ഭാഗ്യമാണ്, ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറയുമ്പോൾ നീ ഉറപ്പുള്ളവനാണ്, നീ മാറിപ്പോകാത്തവനാണ്, ഇളകിപ്പോകാത്തവനാണ്. പാറമേൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതമാണ്, സ്ഥിരതയുള്ള ജീവിതമാണ്. അതുകൊണ്ട് എൻ്റെ സഭയെ നിശ്ചയമായും നിന്നിൽ സ്ഥാപിക്കുവാൻ എനിക്ക് കഴിയും, കാരണം നീ ഉറപ്പുള്ളവനാണ്. എത്ര പേർക്കാണ് ഈ ഉടമ്പടി ബന്ധത്തിൽ ഉറപ്പോടെ ജീവിക്കാൻ കഴിയുന്നത്? ദൈവസന്നിധിയിൽ സ്ഥിരതയാർന്ന ഒരു ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തുവാനായിട്ട് കഴിയുന്നത്? എവിടെയൊക്കെയോ നമ്മൾ ഇളകിപ്പോകുന്നില്ലേ, തകർന്നു പോകുന്നില്ലേ, വീണു പോകുന്നില്ലേ? എഴുന്നേൽക്കുവാൻ പോലും കഴിയാത്ത ഭാഗത്തിൽ ഇന്ന് വിശ്വാസ സമൂഹം വീണുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പത്രോസിനെ കുറിച്ച് പറയുന്നത്, നീ ഉറപ്പുള്ളവനാണ്, നീ പാറയാണ്. അത്രയേറെ ഒരു ഉടമ്പടി ബന്ധം കർത്താവുമായിട്ട് ശീമോൻ പത്രോസിന് ഉണ്ടായിരുന്നു. പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കുകയില്ല. നീ ആ ഒരു സ്ഥിരതയിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിലെ ഒരു ദുഷ്ടശക്തികളും നിന്നെ ജയിക്കുകയില്ല. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ സർവായുധ വർഗം ധരിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ പാതാള ഗോപുരങ്ങൾ ഒരിക്കലും നമ്മെ ജയിക്കുകയില്ല, നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയില്ല. പിന്നെ പറയുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഒരു ദൈവഭക്തൻ, ആ ഉടമ്പടി ബന്ധത്തിൽ ജീവിക്കുന്നവന് ഈ ഭൂമിയിൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൈമാറുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് അത് സ്വർഗീയ ദർശനങ്ങൾ തുറന്നു കാണാനുള്ള താക്കോലാണ്. ദൈവത്തോടു കൂടെ യാത്ര ചെയ്യേണ്ട താക്കോലാണ്. ദൈവവുമായി നമ്മൾ സംസാരിക്കേണ്ടുന്ന താക്കോലാണ്. ഈ സ്വർഗത്തിലെ താക്കോൽ നിന്റെ കൈകളിൽ ഇരിക്കുകയാണ്. നീ ഭൂമിയിൽ എന്താണ് കെട്ടുന്നത് അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ എന്താണോ അഴിക്കുന്നത് അത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. നീ ഭൂമിയിൽ നല്ല ആത്മീയ ദർശനങ്ങളെ തുറന്നു കാണുന്നുവെങ്കിൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഈ സ്വർഗത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ച് നീ ഈ ലൗകികമായ ചില വാതിലുകളെ തുറന്ന് നീ പലതും കാണുന്നുവെങ്കിൽ അത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. യേശുവെന്ന ഏക കർത്താവിൻ്റെ കീഴിൽ ദൈവമക്കളായി നമ്മെ ഒരുമിച്ച് നിർത്താൻ സ്നാപനത്തിന് കഴിയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവർ രക്ഷപ്പെടും, അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ജീവന്റെ സമൃദ്ധി പ്രാപിക്കാനും കർത്താവിനെ അറിഞ്ഞ് ജീവിക്കാനും സ്നാപനത്തിലൂടെ കഴിയുന്നു. ഒരു വിശ്വാസിക്ക് വിശ്വാസപരമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഉറച്ച നിലപാടാണ് ഏക കർത്താവ്, ഏക സ്നാപനം എന്നത്. അവിശ്വാസം നിമിത്തം ഉലഞ്ഞു പോകുന്ന ജീവിതമല്ല, ഉറപ്പും അടിസ്ഥാനവുമുള്ള വളർച്ചയാണ് ക്രിസ്തുവിലൂടെയുള്ള ഈ സ്നാപന ജീവിതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ നിങ്ങൾ വീണ്ടും ജനിക്കണം. നിക്കോദോമസിന്റെ സുപ്രധാന ചോദ്യത്തിനുള്ള മറുപടിയാണ് യേശു അവിടെ നൽകുന്നത്, വീണ്ടും ജനിക്കുക, റീബർത്ത്. ഇത് നിക്കോദോമസിനെ ആശയക്കുഴപ്പത്തിലാക്കി. പരീശനായ നിക്കോദോമസിനെ സംബന്ധിച്ചിടത്തോളം യഹൂദനായി ജനിക്കുമ്പോൾ തന്നെ ദൈവരാജ്യം അവകാശമാക്കാനുള്ള പ്രാരംഭഘട്ടം പൂർത്തിയാവുകയാണ്.
അതിനാലാണ് രണ്ടാമതും ഞാൻ അമ്മയുടെ ഉദരത്തിൽ കടന്നു ജനിക്കണമോ എന്ന് തിരികെ ചോദിക്കുന്നത്. അപ്പോൾ യേശു കർത്താവോട് പറയുകയാണ്, രണ്ടാം ജനനമല്ല, ആത്മാവിലും വെള്ളത്താലും നീ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. സ്നാപനത്തിലൂടെ ഏക കർത്താവിനെ ഏകാത്മാവിൽ ആരാധിക്കുകയും അനുഗമിക്കുകയും ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. യഥാർത്ഥ ഇടയൻ്റെ സവിശേഷതകൾ തിരിച്ചറിയുമ്പോൾ ആ ഇടയൻ്റെ ശബ്ദം കേട്ട് പിന്നാലെ ഗമിക്കുവാൻ ആട്ടിൻകൂട്ടമായ വിശ്വാസ സമൂഹത്തിന് കഴിയണം. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഒരു ശരീരവും ഒരു സ്നാനവും. ഏക കർത്താവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവൻ, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ, എല്ലാവരിലും കൂടിയിരിക്കുന്നവൻ, എല്ലാവർക്കും പിതാവുമായവൻ ഒരുവൻ. ഈ ഒരു ബന്ധത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഓട്ടം ഓടി തികച്ച് ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറാതെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചൂടിയിരിക്കുന്ന തേജസ്സാർന്ന കിരീടം നിലത്ത് വീണു പോകാതെ അതിനെ ഭവ്യതയോടെ സൂക്ഷിക്കുക. അതിന് നമ്മുടെ കുറവുകളോ നമ്മുടെ തെറ്റായ കാഴ്ചപ്പാടുകളോ ഒന്നും ഈ കിരീടം വീണു പോകുവാൻ ഇടവരരുത്. ഈ ലൗകികമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ ഉടമ്പടി ബന്ധം തെറ്റിപ്പോകരുത്. ക്രിസ്തുവുമായുള്ള സ്നാപന ബന്ധം, ശരീര രക്തബന്ധം പരിഭാവനതയോടെ സൂക്ഷിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്തിച്ചേരുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത്. അല്ല എങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഭൂതലത്തിലും ന്യായവിധിയുടെ മുമ്പിലും നെഗറ്റീവായി തുടരും. പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വലുതായി മാറും. അതുകൊണ്ട് ഒരു ശരീരവും ഒരു സ്നാനവും എന്ന ആ ഒരു പ്രോസസ്സിലൂടെ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് ക്രിസ്തുവിനെ ഉയർത്തുന്ന, ക്രിസ്തുവിനെ അന്ത്യം വരെയും സാക്ഷിച്ച് ജീവിക്കുന്ന ഒരു ആത്മീയ ജീവിതം, ക്രിസ്തുവിനുമായുള്ള ഒരു ഉടമ്പടി ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ആത്മീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിന് കർത്താവിനെ നമുക്ക് ചേർത്ത് പിടിക്കാം, കർത്താവിനോട് ചേർന്നിരിക്കാം. അങ്ങനെ കർത്താവിനോട് ചേർന്നിരുന്ന് നല്ല സ്വർഗീയ ദർശനങ്ങളെ കണ്ട് നമുക്ക് അനുഗ്രഹമായി യാത്ര തുടരാം. പരിശുദ്ധാത്മാവ് ഈ ഉടമ്പടി ബന്ധം നമ്മുടെ ഇവിടെ നെറ്റിമേൽ അതിന് അനുഗ്രഹമായി തന്നിരിക്കുകയാണ്. അത് മറന്നുപോകാതെ വളരെ സമർപ്പണത്തോടുകൂടെ നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ നയിക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാ കൃപകളും നന്മകളും നൽകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഒരു ശരീരം ഒരു സ്നാനമെന്ന ചിന്തയിലൂടെ ഞങ്ങൾക്ക് നൽകിയ ദർശനാത്മകമായ ചിന്തകൾക്കായി സ്തോത്രം. അതനുവർത്തിച്ച് അന്ത്യം വരെയും അങ്ങയുടെ ഉടമ്പടി ബന്ധത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയിൽ നിന്ന് പോകാതെ ദുഷ്ടൻ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയാതെ കർത്താവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ അന്ത്യം വരെയും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ആ അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ സഹായിക്കും. എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കും. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ചിന്തിച്ച ചിന്തകളിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി ഞങ്ങളുടെ ശുശ്രൂഷകളിലും ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലും അതിനെ പ്രാവർത്തികമാക്കി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കും. ക്രൂശിൻ്റെ മറവിൽ മറച്ചുകൊള്ളും. എല്ലാ അനുഗ്രഹങ്ങളും നിറയ്ക്കും. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.